ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേതൊരു മുട്ട ബജിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 4 പുഴുങ്ങിയ മുട്ട എടുത്തിട്ട് നടുക്കുന്ന് മുറിച്ചിട്ട് കാമ്പ് വരെ വെള്ള വരെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പകുതി സവാള മുറിച്ചിട്ടത്, 2 പച്ചമുളക് മുറിച്ചിട്ടത്, അരമുറി കുരു കളഞ്ഞ തക്കാളി, 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും കൂടെ ഇട്ടതും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വാട്ടിയെടുക്കുക. വാടി വന്നതിന് ശേഷം ഈ മുട്ടൻ്റെ മഞ്ഞ കാമ്പ് എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് അതും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ആ മിക്സിനൊന്ന് മാറ്റി വെക്കുക. ഇതാണ് ഇതിൻ്റെ മസാല. എന്നിട്ട് അതിനൊക്കെ നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് മൈദമാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത്രയും കട്ടിക്ക് ഇതിനൊന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് ഈ മിക്സിനെ എടുത്തിട്ടായിട്ട് ചെറിയ ചെറിയ ഉരുളാക്കിയിട്ട് ഈ മുട്ടൻ്റെ കുരു എടുത്തതിൻ്റെ വട്ടത്തിലുള്ള സ്ഥലത്ത് കുറച്ചാക്കിയിട്ട് അതിനെടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ മൈദമാവിൽ മുക്കിയിട്ടായിട്ട് ഇപ്പോൾ ഓയിൽ ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഓരോന്ന് നമുക്കിട്ട് പൊരിച്ചെടുക്കുക. അപ്പം ഈ എണ്ണയിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കലക്കി കൊടുക്കണം. എന്താണ് ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കും മുട്ടപ്പം ഉണ്ടാക്കുമ്പോൾ, അതുകൊണ്ടാണ്. മഞ്ഞൾപ്പൊടി ഇട്ടാൽ പിന്നെ അതിൻ്റെ പ്രശ്നം ഉണ്ടായില്ല. എന്നാലും ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാറി തന്നെ നിൽക്കണം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സ് തന്നെയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി, ലൈക്ക് ആയി, ഷെയർ ആയി, സപ്പോർട്ട് ആയി, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.